1800 ദിർഹംസ് ആണെന്ന് തോന്നുന്നു എനിക്ക് അവിടുന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നോട്ട് എവറിത്തിങ് ഇസ് കമ്പൾസറി, എടുത്തു വെച്ചാൽ നല്ലത്. നമ്മളെല്ലാവരുടെയും ലൈഫ് എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേക്കുന്നത്, നമ്മൾ ഫ്രഷ് ആവുന്നത്, ജോലിക്ക് പോകുന്ന ഉടുപ്പിടുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, തിരിച്ചു വരുന്നത്, ടി വി കാണുന്നത്, ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം പല ആൾക്കാരും വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവരെ പോലെ ആവാൻ വേണ്ടി ഫൈനാൻഷ്യലി നമുക്ക് വലിയ വലിയ ഗോൾസ് അച്ചീവ് ചെയ്യാൻ അവരെന്താണ് എക്സ്ട്രാ ചെയ്യുന്നത്, നമുക്കറിയാത്ത എന്താണ് അവർക്ക് അറിയാവുന്നത്. ഹൈ ഇൻകം സ്കില്ല്, ഈ പറയുന്നൊരു ഹൈ ഇൻകം സ്കില്ല് നമുക്കുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, നമ്മൾ ഈ ഒരു ഫൈനാൻഷ്യൽ ലൂപ്പിൽ പെട്ട് കിടക്കത്തില്ല. അതിൽ നിന്ന് മാറാൻ പറ്റിയ ഒരു കാര്യമാണ് ഹൈ ഇൻകം സ്കില്ല്. സോ എൻ്റെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ സംഭവിച്ചത് ഇങ്ങനത്തെ ഒരു ഹൈ ഇൻകം സ്കില്ല് ഞാൻ പഠിച്ചപ്പോഴായിരുന്നു. അപ്പം ഈ ഒരു ഹൈ ഇൻകം സ്കില്ല് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇന്നേ വരെ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വിച്ച് ഇസ് ഫാമിലീനെ ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിലും, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനാണെങ്കിലും, നമ്മളെ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകാൻ ഈ ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾ വന്നിട്ടില്ല. പൈസയ്ക്ക് മാത്രമല്ല, ടൈം ആൻഡ് ലൊക്കേഷൻ ഫ്രീഡം ആസ് വെൽ. ഇത്രയും വലിയൊരു ചേഞ്ച് വരുത്താൻ ഹെൽപ്പ് ചെയ്ത ഹൈ ഇൻകം സ്കില്ലിൻ്റെ പേരാണ് പ്രോപ്പർട്ടി സോഴ്സിങ്. സോ എന്താണ് പ്രോപ്പർട്ടി സോഴ്സിങ്? പ്രോപ്പർട്ടി സോഴ്സിങ് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഒരു ഇൻവെസ്റ്ററിനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി? അതായത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് വലിയ ലോണോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് പ്രോപ്പർട്ടി സോഴ്സിങ് എന്ന് പറയുന്നത്. നമ്മൾ മന്ത്ലി പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ചിട്ട് ഒരു ഇൻവെസ്റ്ററിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അപ്പോൾ ഈ മന്ത്ലി കിട്ടുന്ന ലാഭം നമുക്കല്ല, അത് ആ ഇൻവെസ്റ്ററിനാണ് കിട്ടാൻ പോകുന്നത്. ഇങ്ങനത്തെ ഒരു സാധനം ഇൻവെസ്റ്ററിനെ കണ്ടുപിടിച്ച് കൊടുക്കുമ്പം ഇൻവെസ്റ്റർ നമുക്കൊരു ഫീസ് തരും. അതിനാണ് പ്രോപ്പർട്ടി സോഴ്സിങ് ഫീ എന്ന് പറയുന്നത്. ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 സ്ട്രാറ്റജീസാണുള്ളത്. പക്ഷേ മൂന്നാമത് ഒന്നും കൂടെ ഞാൻ ചേർത്ത് പറയാം. 4 ഉണ്ട് എടുത്ത് പറയാനാണെങ്കിൽ. എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇവിടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, എല്ലാം കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഫസ്റ്റ് വൺ പറയാനാണെങ്കിൽ തന്നെ റെൻറ്റ് ടു സർവീസ് അക്കോമഡേഷൻ. ഈ സ്ട്രാറ്റജി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് കൊടുക്കാൻ നേരത്താണ് ആ പ്രോപ്പർട്ടി ഒബ്വിയസ്ലി ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്ത് ഒരു പ്രോഫിറ്റബിൾ ആക്കി മാറ്റിയ പ്രോപ്പർട്ടി ആയിരിക്കും നമ്മൾ സോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ സ്ട്രാറ്റജീസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് മെയിൻ സ്ട്രാറ്റജിയാണ് റെൻറ്റ് ടു സർവീസ് അക്കോമഡേഷൻ. സെക്കൻഡ് വൺ ആണ് റെൻറ്റ് ടു HMO. തേർഡ് വൺ ആണ് നമുക്ക് BRRR, അതായത് ബൈ റീഫർബ് റീഫൈനാൻസ് റിപ്പീറ്റ്. നാലാമത്തെയാണ് റെൻറ്റ് ടു സോഷ്യൽ ഹൗസിംഗ്. ഇതിനകത്ത് മൂന്നാമത്തെയും നാലാമത്തെയും വിച്ച് ഇസ് BRRRും റെൻറ്റ് ടു സോഷ്യൽ ഹൗസിങ്ങും നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഞാനിപ്പോഴേ പറയത്തില്ല. കാരണം കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് അറിയാനുണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് പഠിച്ചെടുത്ത് പെട്ടെന്ന് ചെയ്ത് തുടങ്ങി നമുക്ക് മന്ത്ലി ഒരു ഇൻകം കിട്ടുന്ന രീതിയിലാക്കാൻ പറ്റിയ മോസ്റ്റ് സ്യൂട്ടബിൾ സ്ട്രാറ്റജിയാണ് റെൻറ്റ് ടു സർവീസ് അക്കോമഡേഷനും റെൻറ്റ് ടു HMO. ഇനി ഈ 2 സ്ട്രാറ്റജീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കി നോക്കാം. സോ എന്താണ് റെൻറ്റ് ടു സർവീസ് അക്കോമഡേഷൻ? സർവീസ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടേം ലെറ്റ് പ്രോപ്പർട്ടി. അതായത് നമ്മൾ ഒരു ലാൻഡ് ലോഡിനടുത്ത് നിന്ന് ഒരു വീട് നമ്മൾ വാടകയ്ക്ക് എടുക്കും. ഈ വീട് അതിന് വേണ്ടിയിട്ടുള്ള വാടക നമ്മളായിരിക്കും ലാൻഡ് ലോഡിന് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടി നല്ലപോലെ മനസ്സിലാവുന്നത് എക്സാമ്പിൾ വെച്ച് പറയുമ്പോഴാണ്. ഒരു വീടിൻ്റെ വാടക 1000 പൗണ്ടാണെന്ന് വെച്ചോ. നമ്മൾ ആ പ്രോപ്പർട്ടി എടുത്ത് നമ്മൾ 1000 പൗണ്ട് ലാൻഡ് ലോഡിന് വാടക കൊടുത്തു. ഇനി ആ പ്രോപ്പർട്ടി നമ്മൾ ഷോർട്ട് ടേം ലെറ്റ് പ്ലാറ്റ്ഫോംസ്, അതായത് ഓൺലൈൻ ട്രാവൽ ഏജൻസീസ് ലൈക്ക് Airbnb, Booking.com, VRBO, TripAdvisor ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ ആ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യും. അതേ കണക്കെടുത്ത് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഫേണിച്ചറൊക്കെ ഇട്ട് ഫുള്ളൊന്ന് അടിപൊളിയാക്കിയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യും. ഇത് ലിസ്റ്റ് ചെയ്യാൻ നേരത്താണ് നമ്മളൊരു ഹോട്ടൽ ഫോമാറ്റിലായിരിക്കും ആ ഒരു വീട് വർക്കാവുന്നത്. അതായത് ഒരു ദിവസം ഒരാൾ വന്ന് നിൽക്കും, അടുത്ത ദിവസം അയാൾ ചിലപ്പോൾ ഇറങ്ങും, ചിലപ്പോൾ ഒരു അടുത്ത 2 ദിവസത്തേക്ക് വേറെ ആൾ നിൽക്കും. നമ്മളൊരു ഹോട്ടലിൽ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെവിടെ താമസിക്കുന്ന ഹോട്ടലിലല്ല, അതേപോലെ ഇവർ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. ഈ വീട് നമ്മൾ ആ ഒരു ഹോട്ടൽ രീതിയിൽ നമ്മളാക്കി മാറ്റും. അതായത് ഇവർ ഒരു ദിവസം നിൽക്കുന്നതിന് ലെറ്റ്സ് അസ്യൂം 100 പൗണ്ടാണ് തരുന്നതെന്ന് വെച്ചോ. ആ വീടിൻ്റെ വാടക 1000 പൗണ്ടാണ്. 100 പൗണ്ട് ഒരു ദിവസം അവർ തരുവാണെങ്കിൽ ഓൺ ആവറേജ് 20 ദിവസം ബുക്കിംഗ് കിട്ടിയാൽ വിച്ച് ഇസ് 75% ഓഫ് ഒക്യുപ്പൻസി ഒരു മാസത്തിൽ കിട്ടുവാണെങ്കിൽ 21 ദിവസം കിട്ടുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 2000 പൗണ്ട്സ് നമുക്ക് കിട്ടും. അപ്പം ഈ 2000 പൗണ്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് നമ്മളെ കോസ്റ്റ്? ലാൻഡ് ലോഡിന് റെൻറ്റ് കൊടുക്കാറുണ്ട് വിച്ച് ഇസ് 1000 പൗണ്ട്. ചിലപ്പോൾ ഒരു 200 പൗണ്ട് 300 പൗണ്ട് ബിൽസും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ നമ്മളിത് Airbnb, Booking.com, VRBO ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസിൽ ലിസ്റ്റ് ചെയ്യുമ്പോഴാണ് ബുക്കിംഗ് കിട്ടുന്നത്. അത് കാരണം
ആ പ്ലാറ്റ്ഫോമിനൊരു ഫീസുണ്ട്. ദിസ് ഇസ് യൂഷ്വലി നമുക്ക് കിട്ടുന്ന ആ മണിയില്ലേ, ആ ഒരു ഗസ്റ്റ് നിൽക്കുമ്പോൾ കിട്ടുന്ന കാശില്ല, ആ റവന്യൂവിൻ്റെ 15% ആണ് ആ ഒരു പ്ലാറ്റ്ഫോം എടുക്കുന്നത്. അപ്പോൾ അതും എല്ലാം കഴിഞ്ഞ് നമുക്ക് ഈ 2000 പൗണ്ടിൽ 1000 പൗണ്ട് അത് കൊടുത്ത് ബിൽസ് കമ്മീഷൻ അത് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ബാക്കി ലെറ്റ്സ് സേ ഒരു 500 പൗണ്ട് നമുക്കുണ്ടെന്ന് വെച്ചാൽ ഈ 500 പൗണ്ട് നമുക്ക് കിട്ടുന്ന കാശാണ്. ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണമെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ലാൻഡ് ലോഡിന് റെൻറ്റ് കൊടുക്കണം, ഫസ്റ്റ് മന്ത് റെൻറ്റ് കൊടുക്കണം, ഡെപ്പോസിറ്റ് കൊടുക്കണം. അതേ കണക്ക് നമുക്ക് പ്രോപ്പർട്ടി പറഞ്ഞ ഫേർണിച്ചറിൽ അതൊക്കെ ചെയ്യണം, ഡെക്കറേറ്റ് ചെയ്യണം, പിന്നെ ഈ പ്ലാറ്റ്ഫോംസിലൊക്കെ ലിസ്റ്റ് ചെയ്യണം. കുറച്ച് കോസ്റ്റ് വരും, മനസ്സിലായില്ല, ചിലപ്പോൾ ഒരു 7000-8000 പൗണ്ടൊക്കെ വരും. ഇത് നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നാണെങ്കിൽ മാത്രമല്ല നമുക്ക് ഈ സ്ട്രാറ്റജി ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ്. അതായത് ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ഫിഗേഴ്സൊക്കെ എഴുതി നമ്മൾ പ്രൂവ് ചെയ്യും. ഇതിന് ശേഷം ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ അസ്യൂം ചെയ്ത് എത്രയായിരുന്നു 500 പൗണ്ട് കിട്ടുന്നതായിരുന്നു. നമ്മൾ ഇത് എടുക്കുന്നതിന് പകരം നമ്മളെടുത്ത് പൈസ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. ഇത് നമ്മൾ എടുക്കുന്നതിന് പകരം ഇത് മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ദാറ്റ് പേഴ്സൺ വിൽ ബി ദി ഇൻവെസ്റ്റർ. അയാളാണ് ഈ പ്രോപ്പർട്ടിയിൽ റെൻ്റ് ഇടുന്നതും ഡെപ്പോസിറ്റ് ഇടുന്നതും ഫേർണിച്ചർ ഇടുന്നത് ഡെക്കറേറ്റ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അയാളാണ്, നമ്മളല്ല. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ നമുക്കൊരു ഫീസ് തരും. ഇതിനാണ് സോഴ്സിംഗ് ഫീ, പ്രോപ്പർട്ടി സോഴ്സിംഗ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതൊരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് കൊടുത്തതിന്, അതായത് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് മന്ത്ലി ലെറ്റ്സ് ഒരു ഓൺ ആവറേജ് 500 പൗണ്ട് കിട്ടുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് കൊടുത്തതിന് വേണ്ടിയിട്ട് അയാൾ നമുക്കൊരു ഫീ തരും. ദിസ് ഇസ് ആസ് എ സ്റ്റാൻഡേർഡ് 3000 പൗണ്ട്. എപ്പോഴും 3000 പൗണ്ട് ആയിരിക്കത്തില്ല, ഇറ്റ് വേരീസ്. ആ പ്രോപ്പർട്ടിയുടെ റിട്ടേൺസ് മന്ത്ലി എത്ര കിട്ടും, എത്ര നാളത്തെ കോൺട്രാക്റ്റാണ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതാണ് റെൻറ്റ് ടു സർവീസ്ഡ് അക്കോമഡേഷൻ. നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി സോഴ്സിംഗ് എന്ന് പറയുന്ന സ്ട്രാറ്റജി യൂസ് ചെയ്ത് സർവീസ്ഡ് അക്കോമഡേഷൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് കണ്ടുപിടിച്ച് കൊടുത്ത് ആ ഒരു പ്രോപ്പർട്ടി സോഴ്സ് ചെയ്തതിന് നമുക്ക് കിട്ടുന്ന 3000 പൗണ്ട് എന്ന് പറയുന്നത്. ഇനി കമ്മിങ് ടു ദ സെക്കൻഡ് സ്ട്രാറ്റജി, അതാണ് റെൻറ്റ് ടു HMO. എന്താണ് HMO? ഹൗസ് ഇൻ മൾട്ടിപ്പിൾ ഓക്യുപ്പേഷൻ. അതായത് 3 അതിന് മേലെയോ ബെഡ്റൂമുള്ള ഒരു വീട്ടിൽ പല ആൾക്കാർ, അതായത് ഇപ്പോൾ ഒരു 5 പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അവരൊന്ന് താമസിച്ചാൽ അതിന് HMO എന്ന് പറയത്തില്ല. ഇൻസ്റ്റഡ് ഒരു 4 ബെഡ്റൂമുള്ള വീട്ടിൽ ഒരു റൂമിൽ ഒരാൾ, മറ്റേ റൂമിൽ വേറെ ആൾ, മൂന്നാമത്തെ മുറിയിൽ വേറെ ആൾ, നാലാമത്തെ മുറിയിൽ വേറെ ആൾ. അപ്പം അൺറിലേറ്റഡ് ആയിട്ടുള്ള 3 മേലെ ആൾക്കാർ താമസിച്ചാൽ ഹൗസ് ഇൻ മൾട്ടിപ്പിൾ ഓക്യുപ്പേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോപ്പർട്ടി സോഴ്സിങ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒരുപാടുണ്ട്. നേരത്തെ പറഞ്ഞ എസ്സേയും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ മേക്ക് ചെയ്യാം, അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി ചെയ്ത് നമ്മളത് മറ്റൊരാൾക്ക് കൊടുത്താൽ സോഴ്സിംഗ് ഫീ കിട്ടും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ക്വിക്കായിട്ട് ഞാൻ ഡീറ്റെയിൽ ചെയ്ത് തരാം. അതായത് നേരത്തെ യൂസ് ചെയ്ത ഒരു സിമിലർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു 2000 പൗണ്ട് റെൻ്റുള്ള ഒരു 4 ബെഡ്റൂം ഹൗസ് നമ്മളെടുത്ത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ലാൻഡ് ലോഡിന് 2000 പൗണ്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു 4 ബെഡ്റൂം ഹൗസ് നമ്മളെടുത്ത്. നമ്മൾ ആ വീട് എടുക്കാൻ നേരത്താണ് ആ വീട്ടിൽ ഒരു ലിവിങ് റൂം ഉണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ട്. അതായത് ഈ ഓപ്പൺ പ്ലാൻ ടൈപ്പ് അല്ല, സെപ്പറേറ്റ് ഒരു ലിവിങ് റൂം ഉണ്ട്. ആ ലിവിങ് റൂമിൽ നമ്മൾ സോഫ മാറ്റി, നമ്മളവിടെ ബെഡിട്ട് അതൊരു എക്സ്ട്രാ ബെഡ്റൂമാക്കി മാറ്റി. അതേ കണക്ക് നമ്മൾ നോക്കാൻ നേരത്തെ ഒരു ലെറ്റ്സ് സേ ഒരു വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, വിത്ത് വിൻഡോ ഒക്കെ ഉള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിൽ മേ ബി നമുക്ക് അതും ഒരു ബെഡ്റൂം ആക്കാൻ പറ്റും. നമ്മൾ കുറേ കംപ്ലയിൻസ് മീറ്റ് ചെയ്യാനുണ്ട്, ഞാൻ എക്സാമ്പിൾ പർപ്പസിന് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ എക്സ്ട്രാ 2 ബെഡ്റൂം ലെറ്റ്സ് സേ നമ്മൾ ആഡ് ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ റൂമും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യാൻ നേരത്തെ, അതായത് ഈ വീട് നമ്മൾ ലാൻഡ് ലോൺ എടുത്ത് 2000 പൗണ്ട് ലാൻഡ് ലോൺ കൊടുത്തിട്ട് ഓരോ റൂമിലും നമ്മൾ ലെറ്റ്സ് സേ ഒരു 500-600 പൗണ്ടിന് നമ്മൾ ആളെ കയറ്റും. ഇപ്പം ലെറ്റ്സ് സേ ഒരു യൂഷ്വലി നമ്മൾ 2000 പൗണ്ട് 4 ബെഡ്റൂം എടുത്താൽ നമുക്ക് ഓരോ റൂമും 600-700 പൗണ്ട് ലെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് സേ വി ആർ മേക്കിംഗ് ഒരു 3000 പൗണ്ട് അല്ലെങ്കിൽ ഒരു 3500 പൗണ്ട്. അച്ചീവബിളാണ്, നല്ലപോലെ അച്ചീവബിളാണ്. ഞാൻ ഈ പറയുന്ന ഫിഗേഴ്സ് നമ്മൾ പേഴ്സണലി ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട് ഇതുപോലത്തെ. 3500 പൗണ്ട് നമ്മൾ അച്ചീവ് ചെയ്തിട്ട് ലാൻഡ് ലോഡിന് 2000 പൗണ്ട് കൊടുത്തു. അതായത് ഓരോ റൂമിലും ഓരോരോ ആൾക്കാരെയാണ് കയറ്റിയത്. എന്നാൽ ലാൻഡ് ലോഡിന് നമ്മൾ 2000 കൊടുത്തു. അവിടുത്തെ ബിൽസ് കൗൺസിൽ ടാക്സ് എല്ലാം കൂടി ചേർത്ത് ഒരു 500 പൗണ്ട് നമ്മൾ കൊടുത്തു, 2500. ഈ പ്രോപ്പർട്ടി നമ്മൾ സബ്ലെറ്റ് ചെയ്തപ്പം 3500 കിട്ടി, 2000 ലാൻഡ് ലോൺ കൊടുത്ത് 500 ബിൽസ് കവർ ചെയ്ത് ബാക്കി 1000 പൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ എല്ലാ മാസവും വരുന്നതാണ്. ഈ സെനാരിയോ നേരത്തെ പറഞ്ഞ ഷോർട്ട് ടേം ലെറ്റ്സ് പോലെയല്ല, ഫിക്സ്ഡ് ആയിട്ട് വാടക നമുക്ക് തരുന്നതാണ്. അതിൽ നിന്ന് ഈ കോസ്റ്റ് കവർ ചെയ്ത് കഴിയുമ്പം എക്സാക്ട്ലി സെയിം എമൗണ്ട് ആയിരിക്കും എല്ലാ മാസവും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 1000 പൗണ്ട് എല്ലാ മാസവും നമ്മൾ അക്കൗണ്ടിൽ കിടക്കും. ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി അഗൈൻ നേരത്തെ പറഞ്ഞ കണക്ക് മറ്റൊരു ഇൻവെസ്റ്ററിന് കണ്ടുപിടിച്ച് കൊടുക്കാൻ നേരത്തെ അയാളായിരിക്കും ആ പ്രോപ്പർട്ടിയിലെ ഫസ്റ്റ് മന്ത് റെൻറ്റ് 2000, ഡെപ്പോസിറ്റ് 2000, അവിടെ ഫേർണിച്ചർ ഇടാനാണെങ്കിൽ അത് കവർ ചെയ്യുന്നത്, ഇതെല്ലാം കവർ ചെയ്തിട്ട് പ്ലസ് ഒരു 3000 പൗണ്ട് നമുക്കും കൂടെ പേ ചെയ്യും. ടോട്ടൽ ലെറ്റ്സ് അയാൾ ചിലവാക്കുന്നത് ചിലപ്പോൾ ഒരു 10,000 പൗണ്ട് ആയിരിക്കും.
അപ്പോൾ അയാൾക്ക് എല്ലാ മാസവും ആ പ്രോപ്പർട്ടിയിൽ നിന്ന് എത്ര കിട്ടുന്നത് 1000 പൗണ്ട് വെച്ച് കിട്ടും. 10 മാസമാകുമ്പോൾ അയാൾക്ക് എത്ര കിട്ടി 10,000 പൗണ്ട്. അതായത് നമുക്ക് തന്ന 3000-ഉം ആ വീടിൻ്റെ ഇനിഷ്യൽ കോസ്റ്റും എല്ലാം കൂടി ചേർത്ത് 10,000 അയാൾക്ക് ആയത് 10 മാസം കൊണ്ട് തിരിച്ച് കിട്ടി. യൂഷ്വലി കോൺട്രാക്ട് ലാസ്റ്റ് ഫോർ 3 years. ലെറ്റ്സ് സേ ഒരു വർഷം കൊണ്ട് തിരിച്ച് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ കഴിയാൻ നേരത്തെ ടോട്ടൽ ഇട്ട കാശ് തിരിച്ച് കിട്ടി. ബാക്കിയുള്ള 2 വർഷം എല്ലാ മാസവും ഓൺ ആവറേജ് ആ ഒരു എമൗണ്ട് പുള്ളിക്കായിരിക്കും കിട്ടുന്നത്. ദിസ് ഇസ് സോർട്ട് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്, നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയാണിത്. ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കുന്നതിന് അഗൈൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു 3000 പൗണ്ട് ആ ഒരു ഇൻവെസ്റ്റർ നമുക്ക് തരും. അപ്പോൾ ഇത് അനദർ സ്ട്രാറ്റജിയാണ് റെൻറ്റ് ടു HMO എന്ന് പറയുന്നത്. അടുത്ത 2 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കണക്ക് BRRR ബൈ റീഫൈനാൻസ് റിപ്പീറ്റ്. അതിൻ്റെ ഒരു ലിങ്ക് എൻ്റെ റീലുണ്ട്. ആ റീൽ വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോക്ക് താഴെ ഇടാം. ആ റീലിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഈ സ്ട്രാറ്റജീനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു 1.5 മണിക്കൂർ വലിയൊരു വീഡിയോ ഉണ്ട്. അതുകൊണ്ട് അതിപ്പോൾ ഞാൻ അവിടെ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഉറങ്ങിപ്പോവും. അതുകൊണ്ട് അത്രയും മൂഡിലിരുന്നാൽ മാത്രം കേൾക്കാൻ പറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം. അത് കഴിഞ്ഞ് റെൻറ്റ് ടു സോഷ്യൽ ഹൗസിംഗ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി കൗൺസിലിൽ നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യും. സോ റെൻറ്റ് ടു സോഷ്യൽ ഹൗസിംഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ലാൻഡ് ലോർഡിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വീടെടുക്കും. എന്നിട്ട് നമ്മൾ അത് സബ്ലെറ്റ് ചെയ്യുന്നതിന് പകരം ആ വീട് നിൽക്കുന്ന കൗൺസിൽ ഏതാണോ ആ കൗൺസിലിൻ്റെ അടുത്ത് നമ്മൾ എൻക്വയറി ചെയ്താൽ കൗൺസിൽ ടെനൻസിനെ പ്രൊവൈഡ് ചെയ്യും. അതായത് മേ ബി ചിലപ്പോൾ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരായിരിക്കും, അതുപോലെ ഹൗസിംഗ് ബെനിഫിറ്റ്സ് കിട്ടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ കൗൺസിലാണ് അവരുടെ റെൻറ്റ് കവർ ചെയ്യുന്നത്. ഈ സിനാരിയോയിൽ നമ്മൾ അങ്ങനത്തെ നല്ലൊരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് കൊടുത്ത് കൗൺസിലുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ആവുകയാണെങ്കിൽ കൗൺസിൽ തന്നെ ടെനൻസിനെ കയറ്റി തരും. ഈ സിനാരിയോയിൽ ടെനൻസ് അല്ല നമുക്ക് വാടക തരുന്നത്. യൂഷ്വലി കൗൺസിൽ നല്ലൊരു റെൻ്റായിരിക്കും പേ ചെയ്യുന്നത്. നമ്മളായിട്ട് നമുക്കൊരു വീടുണ്ടെങ്കിൽ നമ്മളത് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടിയും ഹയർ റെൻ്റായിരിക്കും അച്ചീവബിൾ ആയിട്ടുള്ളത്. യൂഷ്വലി ലാൻഡ് ലോർഡ്സിന് ഇത് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ആ വീട് റെൻറ്റിന് എടുത്തതിന് ശേഷം നമ്മൾ കൗൺസിലിന് കൊടുക്കാൻ നേരത്തെ ലെറ്റ്സ് സേ ഈ പറഞ്ഞ കണക്ക് കൗൺസിൽ ഒരു ഹയർ റെൻ്റായിരിക്കും തരുന്നത്. പക്ഷേ സാധാ റെൻറ്റ് കിട്ടുന്ന പോലെയല്ല കൗൺസിൽ തരാൻ നേരത്തെ. അതായത് ഇപ്പം ജനുവരി 1 തൊട്ട് ജനുവരി 30 വരെയുള്ള റെൻറ്റ് വാടകക്കാർ നിൽക്കുമ്പോൾ ജാൻ 1 പേ ചെയ്യുന്നത്. കൗൺസിൽ തരുന്നത് അങ്ങനെയല്ല. ചിലപ്പോൾ എവറി 2 വീക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ 30 ദിവസം ടെനൻറ്റ് നിന്ന് കഴിഞ്ഞിട്ടായിരിക്കും കഴിഞ്ഞ മാസത്തെ വാടക തരുന്നത്. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഓൾസോ നമ്മൾ ഡയറക്റ്റ് കൗൺസിലറായിട്ട് സംസാരിച്ച് ആ റെൻറ്റ് ഡയറക്റ്റ്ലി നമ്മളെ കമ്പനി അക്കൗണ്ടിലോട്ട് വരുന്ന രീതിയിൽ നമ്മളാക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ട്, ടെനൻസ് കയറും, അവരുടെ അക്കൗണ്ടിലോട്ട് കൗൺസിൽ പൈസ കൊടുക്കും, അവർ വെച്ച് പോയി ഫുഡ് അടിക്കും, അവസാനം നമുക്ക് വാടക തരത്തില്ല, നമ്മുടെ വീട്ടിൽ അവർ താമസിക്കുകയും ചെയ്യും, നമുക്ക് റെൻറ്റും കിട്ടത്തില്ല, അവർ ഇറക്കാൻ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിനാരിയോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് കൗൺസിലുമായിട്ട് പറയുകയാണെങ്കിൽ കൗൺസിൽ റെൻറ്റ് ഡയറക്റ്റ് നമ്മൾ അക്കൗണ്ടിലേക്ക് അയച്ചു തരും. അതാകുമ്പം ഈ ടൈപ്പ് സ്കാമിങ്ങും പരിപാടികളൊന്നും നടക്കത്തില്ല. ഇങ്ങനെ ചെയ്യാൻ നേരത്തെയും നമുക്കൊരു ഹയർ റെൻ്റായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കൗൺസിൽ ഏതാണോ അവിടുത്തെ പോസ്റ്റ് കോഡ് അടിക്കുകയാണെങ്കിൽ ആ ലൊക്കേഷനിൽ നിങ്ങൾ പറയുന്ന ആ സ്പെസിഫിക് പ്രോപ്പർട്ടിക്ക് എത്ര റെൻ്റാണ് അച്ചീവബിൾ എന്ന് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് അറിയാൻ പറ്റും. അതിൽ നിന്ന് ലാൻഡ് ലോർഡിന് കൊടുക്കാനുള്ള റെൻറ്റ് സബ്ട്രാക്ട് ചെയ്ത് ബാക്കി എക്സ്പെൻസസ് നേരത്തെ പറഞ്ഞ ബിൽസും അതും ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടുമെന്ന് അറിയാൻ പറ്റും. അതായിരിക്കും ഈ പറയുന്ന ഇൻവെസ്റ്ററിന് കിട്ടാൻ പോകുന്ന കാശ്. ഇത് അഗൈൻ നമുക്കല്ല ഇത് എടുക്കാൻ പോകുന്നത്, അത് ഇൻവെസ്റ്ററിനാണ് പോകുന്നത്. ഇത് കണ്ടുപിടിച്ച് കൊടുക്കുന്നതിന് ഇൻവെസ്റ്റർ നമുക്ക് ഒരു 3000 പൗണ്ട് വെച്ച് നമുക്ക് തരും. അതാണ് പ്രോപ്പർട്ടി സോഴ്സിങ്. ഇപ്പോൾ നമ്മൾ ഒരേ ഒരു ജോലി എന്ന് പറഞ്ഞാൽ എത്ര പ്രോപ്പർട്ടീസ് എല്ലാ മാസവും സോഴ്സ് ചെയ്യാൻ പറ്റും? നമുക്കറിയാമല്ലോ, നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിൽ 2000 പൗണ്ടാണ് ആവറേജ് യുകെയിലത്തെ സാലറി, ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട്. നമ്മൾ 3000 പൗണ്ട് കിട്ടുന്ന ജോലി കിട്ടണമെങ്കിൽ തന്നെ നല്ല പാടാണ്. അപ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ കാര്യം ചെയ്തിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും വലിയൊരു കാര്യമാണ്. അതൊരു ഹൈ ഇൻകം സ്കില്ലാണ്. നമ്മളത് മാക്സിമം നമ്മൾ കൂടുതൽ എഫേർട്ട് ഇട്ടാൽ കൂടുതൽ എമൗണ്ട് കിട്ടും. നമ്മൾ ജോലി ചെയ്യുന്ന കണക്ക് എന്താണ് 2000 പൗണ്ട് സാലറി കിട്ടുന്ന ആളാണെങ്കിൽ എത്ര എഫേർട്ട് ഇട്ടാലും 2000 പൗണ്ട് അക്കൗണ്ടിൽ കയറും. ക്രിക്കറ്റ് കളിക്കുന്ന കണക്കാണ്, ബോൾ എത്ര ആഞ്ഞടിച്ചിട്ടും കാര്യമില്ല, 6 റണ്ണേ കിട്ടത്തുള്ളൂ, അതിൽ കൂടുതൽ റണ്ണ് കിട്ടത്തില്ല, ബോൾ ആഞ്ഞടിച്ചെന്ന് പറഞ്ഞൊരു കാര്യമില്ല. സെയിം അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേ കണക്കത്തെ സ്കില്ല് പഠിച്ച് കൂടുതലായിട്ട് പ്രോപ്പർട്ടീസ് എടുത്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഹയർ ഇൻകം കിട്ടാൻ പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. നമുക്ക് ആകെ വേണ്ടത് പ്രോപ്പർട്ടീസ് കിട്ടാനായിട്ട് ഒരു സോഴ്സ്, അതായത് ഏജൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ റിപ്പീറ്റഡ്ലി പ്രോപ്പർട്ടി തരും. നമുക്കത് കൊടുക്കാനായിട്ട് ഡെസ്പറേറ്റായിട്ട് നിൽക്കുന്ന കുറേ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ആ ലിസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം. ഇത് രണ്ടും നമ്മളെടുത്തുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോപ്പർട്ടീസ് എടുക്കാനും ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാനും പറ്റും. നമ്മൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം, ഡ്യൂ ഡെലിജൻസ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് ഇത് ഡ്യൂ ഡെലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രോപ്പർട്ടി വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. റെൻറ്റ് ടു HMO എങ്ങനെ ചെക്ക് ചെയ്യും, റെൻറ്റ് ടു SA എങ്ങനെ ചെക്ക് ചെയ്യും, BRRR എങ്ങനെ ചെക്ക് ചെയ്യും, റെൻറ്റ് സോഷ്യൽ ഹൗസിംഗ് എങ്ങനെ ചെക്ക് ചെയ്യും, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാം കൂടെ പഠിക്കാൻ ഞാൻ പറയത്തില്ല. സോഴ്സിങ് പറഞ്ഞുകൊണ്ട് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ 4 മാത്രമല്ല, വേറെ കുറേ രീതിയിൽ നമുക്ക് സോഴ്സിങ് ചെയ്യാൻ പറ്റും. പക്ഷേ ബേസിക്കായിട്ട് അറിയപ്പെടുന്ന സ്ട്രാറ്റജീസ് മാത്രമാണ് പറഞ്ഞത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യത്തെ 2, വിച്ച് ഇസ് റെൻറ്റ് ടു SA
ആൻഡ് എൻട്രി HMO. പിന്നെ നമുക്ക് ഞാനിപ്പോൾ ദുബായിലാണ്, ഞാനിപ്പോൾ പറഞ്ഞെല്ലാം UK ഫിഗേഴ്സാണ്. അപ്പം ദുബായിൽ നമുക്ക് ഒരു പ്രോപ്പർട്ടി വ്യൂയിങ് വന്നിട്ടുണ്ട്. നമുക്ക് ദുബായിലുള്ള ഒരു ഇൻവെസ്റ്റർ ഒരു പ്രോപ്പർട്ടി എൻക്വയറി ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബിൽഡിങ്ങിൽ. അപ്പം നമ്മളെ തന്നെ ഒരു ക്ലയൻറ്റ്, പുള്ളി അടിപൊളി ഒരു പ്രോപ്പർട്ടി ആ ഇൻവെസ്റ്റർ എൻക്വയറി ചെയ്ത് അതേ ബിൽഡിങ്ങിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വ്യൂയിങ് ബുക്ക് ചെയ്യാൻ നോക്കുകയാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് കിട്ടും. ഇത് എന്താ പറയുക, നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു റെൻറ്റ് ടു SA എന്ന് പറയുന്നൊരു സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് ആ ഒരു സോഴ്സിങ് എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം വി ആർ ഹോപ്പിംഗ് ടു മേക്ക് ഒരു 3,000 pound ഓൺ ആവറേജ്. ദുബായിലെ കണക്കിൽ പറഞ്ഞാൽ 15,000 dirhams. അപ്പോൾ അത് പോസിബിൾ ആണെങ്കിൽ ഈ വീഡിയോയുടെ ശേഷം നമ്മൾ ആ പ്രോപ്പർട്ടി വ്യൂയിങ്ങിന് കിട്ടുവാണെങ്കിൽ നമ്മൾ ആ വ്യൂയിങ്ങും ബാക്കി ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ഭാഗമല്ലാതെ ഒരു കാര്യം വന്നിട്ടുണ്ട്, വിച്ച് ഇസ് എ പ്രോപ്പർട്ടി വ്യൂയിങ്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ സ്ട്രാറ്റജി നമുക്ക് പ്രാക്ടിക്കലായിട്ട് കാണിക്കാൻ ഒരു അവസരം വന്നിരിക്കുകയാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടിയിൽ നമുക്ക് വ്യൂയിങ്ങിന് പോയി ആ പ്രോപ്പർട്ടി എങ്ങനെയാണ് നമ്മൾ സോഴ്സിങ് ചെയ്യാൻ പോകുന്നതെന്നും അതിൻ്റെ ഫിഗേഴ്സ് അതുപോലത്തെ ഡീറ്റെയിൽസ് എല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വ്യൂയിങ്ങിന് മുന്നേ ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ്ലി നമുക്കൊരു ലൈസൻസ് വേണം. ലൈസൻസ് ഇല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റും. അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ചാൽ. പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് ഞാൻ ദുബായിലാണ്. അപ്പോൾ ദുബായിലെ കാര്യങ്ങളല്ല ഞാൻ പറയാൻ പോകുന്നത്. UK ഇത് എങ്ങനെയാണ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ്ലി നിങ്ങൾ നിൽക്കുന്ന വിസ, UK എന്ത് വിസയിലാണ് നിൽക്കുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ലൈസൻസാണ് വേണ്ടത് എന്നെല്ലാം പറയാൻ പറ്റുന്നത്. അത് എനിക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നും ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ വിസ സ്റ്റേറ്റസ് വെച്ചിട്ടാണ്. ഇനി നമുക്ക് വിസ, നിങ്ങൾക്ക് വർക്ക് വിസ ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് വിസ ഉണ്ട്, സ്റ്റുഡൻറ്റ് വിസ ഉണ്ട്, പിന്നെ സെൽഫ് സ്പോൺസർഷിപ്പ് വിസ ഉണ്ട്. ഇതിനകത്ത് മെജോറിറ്റി വിസകളിലും നമുക്ക് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ളൊരു പെർമിഷൻ തരുന്നുണ്ട്. ഈ മാപ്പ് ലേഡി ഭയങ്കര ഒച്ചയാണല്ലോ. അപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള പെർമിഷൻ തരുന്നുണ്ട്. കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ UK എന്ന് പോലും ഇല്ല. ഇതിനകത്ത് രസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ UK ഇല്ല, അതായത് നിങ്ങൾക്ക് UK വിസ ഇല്ല എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതാർക്കും അറിയാത്തൊരു കാര്യമാണ്. കാരണം ഓൾറെഡി നമ്മൾ കുറച്ച് ആൾക്കാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. സോ ഡസൻറ്റ് മാറ്റർ വേർ യു ലിവ്, യു ക്യാൻ സ്റ്റാർട്ട് എ കമ്പനി ഇൻ ദ UK. ഈ ഒരു പ്രോപ്പർട്ടി സോഴ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ പറ്റും. UK.gov എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക. സ്റ്റെപ്സ് എല്ലാം പോസിറ്റീവായിട്ട് പ്രൊസീഡ് ചെയ്ത് പോയാൽ മാത്രം മതി. വെരി ഈസി. എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റ് എടുക്കും കഷ്ടിച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയാനായിട്ട്. ഇതിനകത്ത് ആകെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന സ്ട്രാറ്റജി. നമ്മൾ 3 സ്ട്രാറ്റജീസിനെ പറ്റി പറഞ്ഞായിരുന്നു പ്രോപ്പർട്ടി സോഴ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 3 സ്ട്രാറ്റജീസിൽ 2 സ്ട്രാറ്റജി ചെയ്യാൻ വേണ്ടി SIC കോഡ്, സിക് കോഡ് വേറെയാണ്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രോപ്പർട്ടി സോഴ്സിങ്ങിന് വേറെ സിക് കോഡാണ്. എനിക്ക് ബൈഹാർട്ടായിട്ട് അറിയില്ല, ഓർമ്മ ശരിയാണെങ്കിൽ 68320 ആൻഡ് 68 മറന്നുപോയി. അപ്പം സോഴ്സിങ്ങിന് വേണ്ടി വേറൊരു സിക് കോഡാണ്. ഞാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്തിട്ട് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടുതരാം. അപ്പോൾ ആ സിക് കോഡാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ലൈസൻസിങ്ങിന് വേണ്ടിയിട്ട് കമ്പൾസറി ആയിട്ട് മീറ്റ് ചെയ്യാനുള്ള കംപ്ലയൻസസ് കുറച്ചുണ്ട്. നോട്ട് എവറിത്തിങ് ഇസ് കമ്പൾസറി, എടുത്തു വെച്ചാൽ നല്ലത്. ഞാൻ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. പബ്ലിക് ലയബിലിറ്റി, പ്രൊഫഷണൽ ഇൻഡെംനിറ്റി, ആൻറ്റി മണി ലോണ്ടറിങ് AML, ICO, ഇൻഷുറൻസ് കമ്മീഷണർ ഓഫീസർ, അവസാനം PRS, പ്രോപ്പർട്ടി റിട്രസ് സ്കീം. ഈ 5 സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ലീഗലി ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ബേസ്ഡ് ഓൺ നിങ്ങളുടെ ആക്ടിവിറ്റി. ഇപ്പോൾ അതായത് നിങ്ങൾ ഒരുപാട് പ്രോപ്പർട്ടി സോഴ്സിംഗ് ഒക്കെ ചെയ്യുന്നു, ഒരുപാട് കാശ് അക്കൗണ്ടിലോട്ട് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ AML കമ്പൾസറി ആയി മാറും. ആദ്യമേ കമ്പൾസറി അല്ല, ബേസ്ഡ് ഓൺ യുവർ ബിസിനസ് ആക്ടിവിറ്റി. അപ്പം ഈ പറഞ്ഞ 5 കാര്യങ്ങളാണ് നമുക്ക് നിർബന്ധമായിട്ടും ഈ ഒരു പ്രോപ്പർട്ടി ബിസിനസ്സിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഓൾസോ ആദ്യം പറഞ്ഞ കണക്ക് ഈ SIC കോഡും നമുക്ക് സോർട്ട് ചെയ്യാനുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്നിട്ട് ഈ കംപ്ലയൻസസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൗ യു ആർ ഗുഡ് ടു ഗോ. നമുക്ക് ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് എല്ലാം പ്രോപ്പറായിട്ട് UK ചെയ്യാൻ പറ്റും. ഇത് ഡസൻറ്റ് മാറ്റർ നിങ്ങൾ UK നിൽക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ UK ഇല്ലാത്ത ആളാണെങ്കിലും ഈ പറയുന്ന കംപ്ലയൻസസ് എല്ലാം മീറ്റ് ചെയ്യണം. ഇനി നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾ UK ഇല്ലാത്ത ആളാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് അസ്. നിങ്ങൾക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള അസിസ്റ്റൻസ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. വി വർക്ക് വിത്ത് ക്വാളിഫൈഡ് സോളിസിറ്റേഴ്സ്. അപ്പോൾ അവരുമായിട്ട് ചേർന്ന് നമുക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യവും നമ്മൾ റെഡിയാക്കി തരും. UK എന്ത് ചെയ്യണമെങ്കിലും അതിനുള്ള ഗൈഡൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ്
ഇതിനുള്ള കോസ്റ്റ് എത്രയാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. റഫ്ലി കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറ്റ് ദ മൊമെൻറ്റ് 50 പൗണ്ടാണ്, 48-49 പൗണ്ടാണ് വന്നത്. പിന്നെ ബാക്കി കംപ്ലയൻസസ് എല്ലാം മീറ്റ് ചെയ്ത് കഴിയുമ്പം ഏകദേശം ഒരു 750-800 പൗണ്ട് അടുപ്പിച്ചായിരിക്കും നമുക്ക് ആവാൻ പോകുന്നത്. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ഇല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് പെർമിറ്റഡ് അല്ല. നിങ്ങളെ സ്വന്തം പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രോപ്പർട്ടി ചെയ്യാം. അതിനു മേലെ ഇതൊരു ബിസിനസ് പോലെ ട്രീറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് എടുത്ത് സ്കെയിലപ്പ് ചെയ്യാനോ ഒന്നും പെർമിറ്റഡ് അല്ല, അത് ഇല്ലീഗലാണ്. സോ ഐ ഹൈലി റെക്കമെൻഡ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സൈനപ്പ് ചെയ്ത് എല്ലാ കംപ്ലയൻസും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഈ പറഞ്ഞ സ്ട്രാറ്റജി എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അതേ കണക്ക് അബ്രോഡ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ബെസ്റ്റ് UK ഓൾറെഡി ചെയ്യുന്ന ഒരാൾ, അതും നമ്മളെടുത്തുണ്ട്. അങ്ങനത്തെ ഒരാളുമായിട്ട് ടൈപ്പ് ചെയ്ത് അവരുമായിട്ട് ഒരു കോൺട്രാക്റ്റ് വെച്ചാൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. യു ഡോണ്ട് ഹാവ് ടു വഴി, നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ആലോചിച്ച് പേടിക്കണ്ട. അപ്പോൾ അതാണ് നമുക്ക് ബേസിക്കായിട്ട് മീറ്റ് ചെയ്യാനുള്ള കംപ്ലയൻസി കാര്യങ്ങളെല്ലാം. നമ്മളിപ്പോൾ വ്യൂ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ, ഞാൻ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ കാണിച്ചു തരാം. ആ പ്രോപ്പർട്ടി 2 ബെഡ്റൂമുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ്. അതിനകത്ത് കുറേ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് വേണ്ടത് ബുർജ് വ്യൂ ആണ്, അല്ലെങ്കിൽ ഗസ്റ്റ് വരാൻ നേരത്തെ പണി വരും. അതുകൊണ്ട് ബുർജ് വ്യൂ ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇന്ന് വ്യൂവിങ്ങിന് പോകാം. അതിൻ്റെ ഒരു ഫിഗേഴ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെയായിരിക്കും. നമുക്ക് ഇപ്പം കിട്ടിയേക്കുന്ന കോട്ട് ഏജൻ്റ് അടുത്ത് നിന്ന് 265,000 dirhams ആണ്. നമുക്ക് ഇതൊരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആയിട്ട് സോഫ ബെഡ്റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 8 ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാം. 8 ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ നേരത്തെ ഓൺ ആവറേജ് വി ആർ ഹോപ്പിംഗ് വി കൻ അസ്യൂം ഒരു 1,800 dirhams. ഇത് ഞാനല്ല, നമ്മൾ സോഴ്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് എൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കത്തില്ല, നമ്മളൊരു ഇൻവെസ്റ്ററിനെ ഹാൻഡ് ഓവർ ചെയ്യാണ്. അവർ ഓൾറെഡി 15 Airbnb-യോളം UK ചെയ്യുന്നുണ്ട്. അവർ ദുബായിൽ ഒറ്റ പ്രോപ്പർട്ടി ഉണ്ട്, ഇപ്പോൾ ഒന്നും കൂടി എടുക്കണം. അപ്പോൾ പുള്ളിക്കുള്ള അതേ ബിൽഡിങ്ങിൽ നമ്മൾ ഒരു അപ്പാർട്ട്മെൻറ്റ് കൂടി എടുത്തു കൊടുക്കുകയാണ്. 1,800 dirhams ആണെന്ന് തോന്നുന്നു എനിക്ക് അവിടുന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി പുള്ളിക്ക് ഓൾറെഡി ഉള്ളൊരു പ്രോപ്പർട്ടി Airbnb-ക്കകത്ത് കിടക്കുന്നതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുള്ളിക്ക് ബുക്കിങ്സ് എല്ലാം കിടപ്പുണ്ട് അതിനകത്ത്. എന്ത് ഇതാണ് പുള്ളിക്ക് ഓൾറെഡി ഉള്ള പ്രോപ്പർട്ടി. നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, എന്നാലും ഇതാണ് പുള്ളിക്ക് ഓൾറെഡി ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് അതേ ബിൽഡിങ്ങിൽ. അപ്പം ഇവിടെയാണ് നമ്മൾ ഒരു അപ്പാർട്ട്മെൻറ്റ് കൂടെ എടുത്തു കൊടുക്കുന്നത്. പുള്ളിക്ക് ഓൾറെഡി ഉള്ളത് ബെഡ്റൂം 1 ബെഡ്റൂം 2 ബെഡ്റൂമാണ്. അപ്പോൾ നമ്മളിപ്പോൾ 3 ബെഡ്റൂമാണ്. നമ്മളിപ്പോൾ എടുത്തു കൊടുക്കുന്നത് 3 4 ബെഡ്റൂമാണ്. നമ്മളിപ്പോൾ എടുത്തു കൊടുക്കുന്നത് 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ്. കാരണം പുള്ളിക്ക് ആ അപ്പാർട്ട്മെൻറ്റിൽ ഇഷ്ടംപോലെ ബുക്കിംഗ് വരുന്നുണ്ട്. അപ്പം കൂടുതൽ ബുക്കിംഗ് വന്നാൽ ഒബ്വിയസ്ലി 100% ഒക്യുപ്പൻസി കഴിഞ്ഞാൽ പുള്ളിക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എൻക്വയറി അത്രയും വരുന്നത് കാരണം അതേ അപ്പാർട്ട്മെൻറ്റിൽ ഒന്നും കൂടെ നമ്മൾ എടുത്തു കൊടുത്താൽ എക്സ്ട്രാ വരുന്ന ബുക്കിംഗ് അതേ അടുത്ത അപ്പാർട്ട്മെൻറ്റിലോട്ട് പുള്ളിക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പം 1,800 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഓൺ ആവറേജ് 75% ഒക്യുപ്പൻസി എന്ന് പറഞ്ഞാൽ 21 ദിവസം ബുക്കിംഗ്. 1,800 വെച്ച് 21 ബുക്കിങ്സ് എടുത്താൽ മേലത്തെ നോക്കണ്ട, താഴത്ത് നോക്കിയാൽ മേലിൽ പൗണ്ട്സാണ്. നമുക്ക് 37,800 ആണ് കിട്ടുന്നത്. അപ്പം അസ്യൂമിങ് അല്ല, 265 നമ്മൾ അഗ്രി ചെയ്തു എന്ന് വെച്ചോ. റെൻറ്റ് 265,000 dirhams ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ മന്ത്ലി 22,000 ആണ്. അതിൻ്റെ കൂടെ ഒരു 1,500 കൂടെ നമുക്ക് ബിൽസ് കൂട്ടാം. 1,500 അപ്പം 23,000 ആയി ടോട്ടൽ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1,800 ടൈംസ് 21 എന്ന് പറയുമ്പോൾ 37,000-ൽ നിന്ന് ഈ പറഞ്ഞ 23,000 കുറച്ച് കഴിഞ്ഞാൽ 14,842 dirhams ആണ് പ്രോഫിറ്റ് വരുന്നത്. ഇതിനകത്ത് മറ്റേ അപ്പാർട്ട്മെൻറ്റിൽ പുള്ളിക്ക് ഡയറക്റ്റ് ബുക്കിങ്സ് ആണ് വരുന്നത് മൊത്തം. അത് കാരണം ഈ പറഞ്ഞ Airbnb, Booking.com അവരുടെ കമ്മീഷൻ കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പം 14,000 പുള്ളിക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട്. പുള്ളിക്ക് പ്രോഫിറ്റ് അതല്ല വരുന്നത്, പുള്ളിക്ക് നെക്സ്റ്റ് ലെവൽ പ്രോഫിറ്റാണ്. കാരണം ഫുള്ളി ബുക്ക്ഡാണ് പുള്ളിയുടെ അപ്പാർട്ട്മെൻറ്റ്സ്. ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ആവറേജ്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എപ്പോഴും ആവറേജ് ആണ് പറയുന്നത്, നമ്മൾ മാക്സിമം കിട്ടാമെന്ന പ്രോഫിറ്റ് അല്ല. 14,800 dirhams എന്ന് പറഞ്ഞാൽ 3,000 പൗണ്ട്. നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി പുള്ളിക്ക് കണ്ടുപിടിച്ച് കൊടുക്കുന്നതിന് പുള്ളി നമുക്ക് തരാൻ പോകുന്ന ഫീസാണ് 15,000 dirhams, വിച്ച് ഇസ് ഒരു 3,000 പൗണ്ട്. നമ്മൾ UK സ്റ്റാൻഡേർഡ് ആയിട്ട് ചാർജ് ചെയ്യുന്ന ഈ 3,000 പൗണ്ടാണ് പുള്ളി നമുക്ക് പേയ്മെൻറ്റ് മേക്ക് ചെയ്യാൻ പോകുന്നത്. ഈ പേയ്മെൻറ്റ് നമുക്ക് മേക്ക് ചെയ്യാൻ ഇത്രയും 3,000 പൗണ്ട് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് പറയാനകത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്. വൈ വുഡ് സമ്മൺ പേ 3,000 pound ഫോർ ഫൈൻഡിങ് സച്ച് എ പ്രോപ്പർട്ടി? ബിക്കോസ് ഹി ഈസ് മേക്കിംഗ് 3,000 pounds എവറി മന്ത് ഓൺ ആവറേജ്. അപ്പം
അതുകൊണ്ടാണ്. അപ്പം ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് വരും. നോട്ട് എവറി പ്രോപ്പർട്ടി ഈസ് ഗോണ മേക്ക് ഇതുപോലത്തെ പ്രോഫിറ്റ്. എന്നാലും ഇതുപോലത്തെ ഇപ്പോൾ തന്നെ പുള്ളി നമ്മളെ അപ്രോച്ച് ചെയ്തതാണ്. അതായത് പുള്ളിക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതിനകത്ത് ഒരുപാട് ബുക്കിംഗ് കിട്ടുന്നുണ്ട്, ഇനിയും പ്രോപ്പർട്ടി വേണം, അതേ ബിൽഡിങ്ങിൽ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞപ്പം അൽഹംദുലില്ലാ നമുക്ക് അതേ ബിൽഡിങ്ങിൽ തന്നെ കിട്ടി. അതുകൊണ്ട് ഹി വിൽ ബി മോർ ദൻ ഹാപ്പി ടു പേ us 3,000 pound. അപ്പം ഇത് ഇപ്പോൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി സോഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. ഇങ്ങനത്തെ ഒരു സ്കില്ല് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കുമ്പോൾ ദാറ്റ് പേഴ്സൺ വിൽ മേക്ക് us a payment which is this 3,000 pound. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 3,000 pound നമുക്ക് ജോലി ചെയ്തുണ്ടാക്കണമെങ്കിൽ ഞാൻ ആഴ്ചയിൽ 6 ദിവസം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, 12 മണിക്കൂർ വെച്ച് 5 വർഷം മുന്നേ. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 1,800 ചില്ലാനമാണ്. 2,000 കിട്ടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ആവറേജ് ഒരു 1,800 എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ 2 മാസം വർക്ക് ചെയ്താൽ കിട്ടുന്ന കാശ് ചുമ്മാതെ അല്ല, ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. ഇതൊക്കെ പഠിച്ചറിഞ്ഞിരിക്കണം. നമുക്ക് ഫോണിൽ കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 3,000 pound വേണം എന്നറിഞ്ഞാൽ ഓക്കെ, ഇത് പ്രോപ്പർട്ടി ഇൻവെസ്റ്റേഴ്സ് ആരുണ്ട്, എവിടെയാണ് പ്രോപ്പർട്ടി ഉള്ളത് എന്ന് നോക്കി കണ്ടുപിടിച്ച് രണ്ടും കൂടെ മീറ്റ് ചെയ്യിപ്പിച്ചാൽ ഈ പറയുന്ന ഒരു എമൗണ്ട് നമുക്ക് അക്കൗണ്ടിൽ കയറ്റാൻ പറ്റും. ഇന്ന് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജീനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്തെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു വ്യൂയിങ് വന്നതുകൊണ്ട് നിങ്ങൾക്കത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ പറ്റി. നമുക്ക് നേരത്തെ ചെയ്ത എക്സാമ്പിൾസ് കാണിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഈ വ്യൂയിങ്ങിന് നിങ്ങൾ ഈ പ്രോപ്പർട്ടി എല്ലാം നിങ്ങൾ കണ്ടു കഴിയാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും. അത് കണക്ക് അതുപോലത്തെ ഒരു പ്രോപ്പർട്ടി എയർബിഎൻബിയിൽ എത്രയായിരിക്കും ഓരോ ഹോസ്റ്റ് ചാർജ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തന്നെ എയർബിഎൻബിയിൽ കയറി ബുക്ക് ചെയ്യാൻ നോക്കി നോക്കുക. എസ്പെഷ്യലി ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ തണുപ്പ് സമയമാണ്. UAE വിൻ്റർ ടൈമിൽ റേറ്റ്സ് കൂടും. നമ്മൾ UK പറയുകയാണെങ്കിൽ തിരിച്ചാണ്. തണുപ്പ് സമയത്ത് റേറ്റ്സ് കുറയും, ചൂട് സമയത്ത് റേറ്റ്സ് കൂടും. കാരണം ഭയങ്കര തണുപ്പാണ് അവിടെ. ചൂട് സമയത്താണ് റേറ്റ്സ് കൂടുന്നത്. ഇവിടെ തിരിച്ചാണ്. അപ്പോൾ അങ്ങനത്തെ അത്രയും മാർജിൻ വരുന്നത് കൊണ്ടാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് നമ്മൾ അതിന് പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് ലാൻഡ് ലോഡിനുള്ള വാടക നേരത്തെ പറഞ്ഞ കണക്ക് എത്രയായിരുന്നു, 22,000 dirhams ഇൻക്ലൂഡിങ് ബിൽസ് കൊടുത്തു കഴിയുമ്പം നമുക്ക് റവന്യൂ വരുന്നത് 36 ആയിരിക്കും. ആ ഒരു ഡിഫറൻസ് ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് കണ്ടുപിടിക്കാൻ അറിയില്ല, കാരണം ഇതൊരു ഹൈ ഇൻകം സ്കില്ലാണ്. അപ്പം ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി നമ്മൾ മറ്റൊരാൾക്ക് കണ്ടുപിടിച്ച് കൊടുക്കുമ്പോഴാണ് അയാൾ നമുക്കൊരു പേയ്മെൻറ്റ് വയ്ക്കുന്നത്. അയാളായിരിക്കും ഈ പ്രോപ്പർട്ടിയിലെ റെൻറ്റും ഫർണിച്ചറും കാര്യങ്ങളും ലാൻഡ്ലോഡ് ഡീൽ ചെയ്യുന്നതും എല്ലാം. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കുന്ന ജോലിയാണ് ആസ് എ പ്രോപ്പർട്ടി സോഴ്സർ നമ്മൾ ചെയ്യേണ്ടത്. ദിസ് ഇസ് എ ഹൈ ഇൻകം സ്കിൽ. ഈ ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് മേജർ ചേഞ്ചസ് വരുത്തിയതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് 2-3 സ്ട്രാറ്റജീസ് ഉണ്ട്. എയർബിഎൻബി മാത്രമല്ല, വീട് വാടകയ്ക്കെടുത്ത് നമ്മളത് ലീഗലി വാടകയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട്, HMO എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി. അപ്പം ഞാൻ അതാണ് കൂടുതൽ ചെയ്തത്. ഇതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഹിയർ ആൻഡ് ദെയർ ഇത് ഞാൻ ചെയ്യാറുണ്ട്. HMO ചെയ്യാൻ നേരത്തെ നമുക്ക് മന്ത്ലി ഒരു ഫിക്സ്ഡ് ഇൻകം ആയിരിക്കും. ഇത് ബുക്കിംഗ്സ് അനുസരിച്ച് വേരിയേഷൻ വരും. മറ്റേത് ഫിക്സ്ഡ് ഇൻകം ആയിരിക്കും, പക്ഷേ വലിയൊരു ഇൻകം ആയിരിക്കത്തില്ല. സ്മോൾ ഇൻകം ആണെങ്കിലും മന്ത്ലി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുന്ന ഈ ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സോഴ്സ് ദീസ് പ്രോപ്പർട്ടീസ് ടു ഇൻവെസ്റ്റേഴ്സിനെ കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഡു നെറ്റ്വർക്കിംഗ്, പേഴ്സണൽ ബ്രാൻഡിങ്, അതേ കണക്ക് സെൽഫായിട്ടുള്ള മാർക്കറ്റിംഗ്, കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എന്നാലേ മറ്റൊരാൾ വന്ന് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഈ ഒരു പേയ്മെൻറ്റ് നമുക്ക് മേക്ക് ചെയ്തുള്ളൂ. നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിക്കുന്ന കാര്യങ്ങൾ 5 മിസ്റ്റേക്കാണ് ഞാനിപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടി സോഴ്സിങ് ചെയ്യാൻ നേരത്തെ. ഫസ്റ്റ് വൺ ഇസ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്. അതായത് നിങ്ങളൊരു പ്രോപ്പർട്ടി സോഴ്സ് ചെയ്ത് ഒരു ഇൻവെസ്റ്ററിന് കൊടുത്ത് കഴിയാൻ നേരത്തെ ആ ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്ററിന് മാനേജ് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. ചിലപ്പോൾ അയാളുടെ അടുത്ത് പൈസ കാണും, മാനേജ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അയാൾക്കത് മാനേജ് ചെയ്ത് കൊടുക്കുന്ന നിങ്ങളെ മാനേജ്മെൻറ്റ് ഫീസ് ആ ഒരു കാൽക്കുലേഷൻസിൽ പല ആൾക്കാരും ആഡ് ചെയ്യാറില്ല. ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾ പറയുന്നൊരു പ്രോപ്പർട്ടിക്ക് 500 pound എല്ലാ മാസവും പ്രോഫിറ്റ് കിട്ടുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് മാനേജ് ചെയ്താലാണ് ആ പൈസ കിട്ടുന്നത്. അപ്പം നമ്മൾ മാനേജ് ചെയ്ത് കൊടുക്കാൻ നേരത്തെ ടോട്ടൽ റവന്യൂവിൻ്റെ 10-15% നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റിൻ്റെ അല്ല, ടോട്ടൽ റവന്യൂവിൻ്റെ 10-15% നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുമ്പം കിട്ടുന്ന എമൗണ്ടാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ച് മാത്രമേ കാൽക്കുലേഷൻ ചെയ്യാവുള്ളൂ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ചാർട്ട് നോക്കാൻ നേരത്തെ അല്ലെങ്കിൽ നിങ്ങൾ ഫിഗേഴ്സൊക്കെ ചെയ്ത് നോക്കാൻ നേരത്തെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാനേജ്മെൻറ്റ് ഫീസ് കുറച്ചതിന് ശേഷമുള്ള ഫിഗർ മാത്രമേ ഇൻവെസ്റ്ററിന് കൊടുക്കാമുള്ളൂ. സെക്കൻഡ് വണ്ണാണ് പ്രോപ്പർട്ടി ഡ്യൂ ഡിലിജൻസ്. അതായത് നമ്മൾ എടുത്തു കൊടുക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയാണ്.
ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഒബിയസ്ലി പ്രോഫിറ്റബിൾ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഡ്യൂ ഡെലിജൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എയർബിഎൻബിയുടെ സിനാരിയോ ആണെങ്കിൽ ആ ലൊക്കേഷനിൽ നമ്മൾ AirDNA എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പ്രോപ്പർട്ടി മാർക്കറ്റ് ഇൻറ്റൽ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോംസിലൊക്കെ കയറിയിട്ട് ആ ലൊക്കേഷൻ എങ്ങനെയുണ്ട്, ആ പ്രോപ്പർട്ടിക്ക് ചുറ്റുവട്ടത്തുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നത്, അവർ ഓരോ ദിവസം എത്ര ചാർജ് ചെയ്യുന്നുണ്ട്, അവിടെ ബുക്കിംഗ്സ് ഒക്കെ കിട്ടുന്നുണ്ടോ, അങ്ങനത്തെ അവിടെ യാത്രക്കാരുണ്ട്, ഇതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ആ ലോക്കലായിട്ടുള്ള അവിടുത്തെ വേറെ പ്രോപ്പർട്ടീസിന് കഴിഞ്ഞ വർഷം അവർ എത്ര മേക്ക് ചെയ്തു എന്നെല്ലാം ഫുൾ ഡേറ്റ് നമുക്ക് കിട്ടും. ജസ്റ്റ് ഒരു ചെറിയ പേയ്മെൻറ്റ് കൊടുത്താൽ AirDNA സൈനപ്പ് ചെയ്ത് ഇതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡ്യൂ ഡെലിജൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് കൊടുക്കാവൂ. എയർബിഎൻബിയുടെ കാര്യത്തിൽ HMO ചെയ്യാൻ നേരത്തെ നമ്മൾ സ്പെയർ റൂം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കയറി സപ്ലൈ ഡിമാൻഡ് ചെക്ക് ചെയ്ത് അവിടെ വീടിൻ്റെ അളവ് കുറവാണ്, വീടിൻ്റെ അളവ് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വീട് നോക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, അതായത് ഡിമാൻഡ് നല്ലപോലെ ഉണ്ടെങ്കിൽ മാത്രമേ HMO എടുക്കാവുള്ളൂ. എവിടെയെങ്കിലും പോയി ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് അത് കൊടുത്തു കഴിഞ്ഞാൽ വാടക കൊടുക്കാൻ സ്ട്രഗിൾ ചെയ്യും, പ്രോഫിറ്റ് മേക്ക് ചെയ്യത്തില്ല, ഇൻവെസ്റ്ററായിട്ട് പ്രശ്നമാവും, പൈസ റീഫണ്ട് ചെയ്യേണ്ടി വരും. ഈ ഇഷ്യൂ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രോപ്പർ ഡ്യൂ ഡെലിജൻസ് ചെയ്തിരിക്കണം. അടുത്തതാണ് ഹെഡ് ലീസ്. ഹെഡ് ലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് ടേം ലെറ്റ് പ്രോപ്പർട്ടി സോഴ്സ് ചെയ്യാൻ നേരത്തെ ലെറ്റ്സ് സേ അതൊരു ഫ്ലാറ്റ് ആണെങ്കിൽ കീപ്പ് ഇൻ മൈൻഡ് ആ ഫ്ലാറ്റ് ഒരു ലാൻഡ് ലോഡാണ് ഓൺ ചെയ്യുന്നത്. ആ ലാൻഡ് ലോഡിന് നിങ്ങൾക്ക് അറിയാവുന്ന UK ഫ്ലാറ്റ്സ് എല്ലാം ലീസ് ഹോൾഡാണ്, ഫ്രീ ഹോൾഡ് അല്ല. അതായത് ആ ലീസ് ഒരു ടേം കഴിയുമ്പോൾ എൻഡ് ചെയ്യും. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഓണർ, അതായത് ആ ബിൽഡിങ്ങിൻ്റെ ഫ്രീ ഹോൾഡർ ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഫ്ലാറ്റ് ആ ലാൻഡ് ലോഡ് പർച്ചേസ് ചെയ്തപ്പോൾ. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ലെസ് ദാൻ 3 months ആർക്കും ലെറ്റ് ഔട്ട് ചെയ്തുകൂടാ എന്ന്. അപ്പം ഈ ഒരു കാര്യം കോൺട്രാക്റ്റിനകത്ത് പ്രോപ്പർട്ടിയുടെ ഓണർ ചെക്ക് ചെയ്യണം. പുള്ളി ആ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചപ്പോഴത്തേക്ക് ആ പ്രോപ്പർട്ടി പുള്ളിക്ക് സബ്ലെറ്റ് ചെയ്യാൻ ഷോർട്ട് ടേം ലെറ്റായിട്ട് സബ്ലെറ്റ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കമ്പൾസറി ചെക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് പറ്റാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സോഴ്സ് ചെയ്ത് കഴിയാൻ നേരത്തെ പ്രോപ്പർട്ടി എടുത്ത് റൺ ചെയ്ത് ഒരു കുറച്ച് നാൾ കഴിയാൻ നേരത്തെ ബിൽഡിങ്ങിൻ്റെ മാനേജ്മെൻറ്റ് ടീം എല്ലാം വന്നിട്ട് പറയും ഇവിടെ Airbnb ചെയ്യാൻ പറ്റില്ല, ഇവിടെ എല്ലാം ലോങ് ടേം താമസിക്കുന്ന ആൾക്കാർ കയറി ഇറങ്ങുന്നതൊന്നും ശരിയാവത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകും, പകുതി വെച്ച് പൈസ എല്ലാം നഷ്ടമായി പോകും. ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഹെഡ് ലീസ്, അതായത് ഫ്രീ ഹോൾഡറുമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും ഇവിടെ ഷോർട്ട് ടേം ലെറ്റ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്ന്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും സോഴ്സ് ചെയ്ത് വിടരുത് ഒരു ഫ്ലാറ്റ് ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാതെ. അടുത്ത മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ റെന്റ് ടു HMO ചെയ്യാൻ നേരത്തെ സമയത്ത് നമ്മൾ HMO ലൈസൻസ് ഇല്ലാത്ത പ്രോപ്പർട്ടി എടുത്ത് നമ്മൾ സബ്ലെറ്റ് ചെയ്യും. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൗൺസിൽ ചെയ്യുന്ന ആകെ ഇഷ്യൂ ആയിട്ട് മാറും. ഓൾറെഡി ആ പ്രോപ്പർട്ടിക്ക് HMO ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ആ ലൈസൻസ് അല്ലെങ്കിൽ നിങ്ങളെ കമ്പനിയുടെ പേരിൽ മാനേജ്മെൻറ്റ് കമ്പനിയുടെ പേരിൽ ആ ലൈസൻസ് എടുക്കാൻ പറ്റും. ഇത് കമ്പൾസറി ആയിട്ട് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി ആ കൗൺസിലിൽ HMO ലൈസൻസിന് കംപ്ലൈൻറ്റ് ആവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് മീറ്റ് ചെയ്യേണ്ടത്, മേ ബി ഫയർ ഡോർ, ഫയർ അലാം, സ്മോക്ക് അലാം, ഫയർ ബ്ലാങ്കറ്റ്, കിച്ചൻ്റെ വർക്ക് ടോപ്പിൻ്റെ ഏരിയ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അതെല്ലാം ചെക്ക് ചെയ്ത് ലൈസൻസ് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ലൈസൻസ് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് സോഴ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സോഴ്സ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ഫിഗർ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ആ പ്രോപ്പർട്ടി നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി ചെയ്യാമുള്ളൂ. അല്ലാതെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് വേ പണി കിട്ടിയാൽ ഇൻവെസ്റ്റ് ഇട്ട പൈസ മൊത്തം നഷ്ടപ്പെട്ടു പോകും. സോ നിങ്ങൾ ഒരു ചീത്ത സോഴ്സറായിട്ട് മാറും. ഇത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കാണ്. ലാസ്റ്റ് വണ്ണാണ് 90 day റൂൾ. സോ നമ്മൾ ലണ്ടൻ ഏരിയാസിൽ പ്രോപ്പർട്ടീസ് ആൾക്കാർ സോഴ്സ് ചെയ്യാൻ നേരത്താണ് നമ്മൾ നേരെ പ്രോപ്പർട്ടി എടുത്ത് സോഴ്സ് ചെയ്ത് വിടും. ഒരു 90 ദിവസം വേർത്ത് ഓഫ് ബുക്കിംഗ് Airbnb കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റിംഗ് എടുത്ത് കളയും. ആ സമയത്ത് ഇൻവെസ്റ്റർ ചോദിക്കും എൻ്റെ പ്രോപ്പർട്ടി എന്താ ലിസ്റ്റ് ചെയ്യാത്തത്, അത് മാർക്കറ്റിൽ കിടപ്പില്ലല്ലോ, Airbnb ആക്റ്റീവ് ലിസ്റ്റിംഗ് ഇല്ലല്ലോ എന്ന് പറയും. ഓർത്തിരിക്കുക, Airbnb മാത്രമാണ് ഈ ഒരു പ്രശ്നം. Booking.com പ്രശ്നമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ബുക്കിംഗ് കിട്ടിയ പ്രശ്നമില്ല, നോ ഇഷ്യൂസ് അറ്റ് ഓൾ. Airbnb മാത്രം നിങ്ങൾക്ക് 90 ദിവസം വേർത്ത് ഓഫ് ബുക്കിംഗ്, 90 days ആക്റ്റീവ് ലിസ്റ്റിംഗ് അല്ല, 90 ദിവസം വേർത്ത് ഓഫ് ബുക്കിംഗ് ഒരു വർഷത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ Airbnb നിന്ന് റിമൂവ് ആവും. പക്ഷേ പേടിക്കണ്ട, Airbnb നിന്ന് മാത്രമേ റിമൂവ് ആവത്തുള്ളൂ, Booking.com എല്ലാം കാണും. അപ്പം ലണ്ടനിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആ ഒരു 90 days കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? Airbnb നഷ്ടപ്പെട്ടു പോകുന്ന ബുക്കിംഗ് നമ്മൾ എങ്ങനെ കവർ ചെയ്യും? ആ സമയത്ത് നമുക്ക് ഓപ്പൺ റെന്റിലൊക്കെ ലിസ്റ്റ് ചെയ്യാം, housinganywhere.com, comfyworkers.com, ഇതിനകത്തൊക്കെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിഡ് ടേം ബുക്കിംഗ്സ് കിട്ടും. 1 മാസം നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, 2 മാസം നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, 2 ആഴ്ച നിൽക്കാൻ താല്പര്യമുള്ളവർ, ഇങ്ങനത്തെ ബുക്കിംഗ് കിട്ടാൻ നേരത്ത് Airbnb ലിസ്റ്റിങ്ങിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ബുക്കിംഗ് ഈ ഒരു ബുക്കിംഗ്സ് വെച്ച് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന മിസ്റ്റേക്സ്. ഒരുപാട് മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ സോഴ്സ് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ശ്രദ്ധിച്ചില്ല എന്നാണെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റർ തിരിച്ച് നിങ്ങളടുത്ത് വന്ന് പൈസ ഈ 3000 പൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അത് കാരണം സോഴ്സിങ് ഫീസ് പിന്നെയും റിപ്പീറ്റഡ്ലി നമുക്ക് റിക്കറിംഗ് ആയിട്ട് ഒരു ഇൻവെസ്റ്ററിനെ ചാർജ് ചെയ്യാൻ പറ്റാതെ വന്നാൽ ഒബ്വിയസ്ലി ദാറ്റ്സ് എ ബിഗ് ലോസ് ഫോർ യുവർ കമ്പനി. അപ്പോൾ ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു ഹൈ ഇൻകം സ്കില്ല് എന്താണ് എന്ന് ഞാൻ പറഞ്ഞ് വ്യക്തമാക്കി തന്നു. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഹൈ ഇൻകം സ്കില്ല് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് അറിഞ്ഞിരിക്കണം, വിച്ച് ഇസ് റെന്റ് ടു HMO ആൻഡ് റെന്റ് ടു SA മെയിൻലി. ബാക്കിയൊന്നും കാര്യമാക്കണ്ട, അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ അത്യാവശ്യം മിസ്റ്റേക്സും കാര്യങ്ങളും എല്ലാം കവർ ചെയ്തു. അഗൈൻ ഈ മിസ്റ്റേക്സ് വരണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ, പ്രോപ്പർട്ടി സോഴ്സിങ് ചെയ്യണമെങ്കിൽ മെയിൻലി നമുക്ക് ഈ 2 സ്ട്രാറ്റജീസ് വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, പ്രിറ്റി ഷുവർ ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങൾ 4 വർഷം യൂണിവേഴ്സിറ്റിയിൽ, 3 വർഷം യൂണിവേഴ്സിറ്റിയിൽ പോയി 50-60 ലക്ഷം രൂപയും കൊടുത്ത് പഠിച്ചിറങ്ങാൻ നേരത്തെ കിട്ടുന്നത് 2 ലക്ഷമാണ് മന്ത്ലി. ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ 3000 പൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ അത്രയും സീരിയസ് ആയിട്ട് എടുക്കുക. തമാശ പോലെ ഇന്ന് നിങ്ങൾ യൂട്യൂബ് കണ്ട് നാളെ തൊട്ട് 3000 പൗണ്ട് ഉണ്ടാക്കും എന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു സ്ട്രാറ്റജി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് പോസിബിളാണ്. ഞാൻ പേഴ്സണലി ചെയ്യുന്നുണ്ട്, നമ്മളെ കൂടെയുള്ള ക്ലയൻസ് ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ നമ്മൾ വ്യൂയിങ് ചെയ്തു, അത് നമുക്ക് 3000 പൗണ്ട് കിട്ടാവുന്ന പ്രോപ്പർട്ടിയാണ്. ലക്കിലി സെയിം ടൈമിൽ അടിപൊളി ഒരു വ്യൂയിങ് വന്ന് നമ്മൾ ഇൻഷാല്ലാ നമ്മൾ സോഴ്സ് ചെയ്യുന്നതായിരിക്കും, എമൗണ്ട് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റി. അപ്പം ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ റെന്റ് ടു HMOയും റെന്റ് ടു SAയും അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രമേ ഇപ്പോൾ ഈ പറയുന്ന വീഡിയോയിലത്തെ പ്രോപ്പർട്ടി സോഴ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ 2 സ്ട്രാറ്റജി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു അടിപൊളി വീഡിയോ ഞാൻ മേക്ക് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഉടനെ ആ വീഡിയോ വരുന്നതായിരിക്കും. ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്തതെന്ന് അറിയാൻ പറ്റണമെങ്കിൽ ഒരു ചെറിയ ബെല്ലൈക്കൺ കാണും, അത് ഓണാക്കി ഇട്ടാൽ ഞാൻ ആ വീഡിയോ ഇട്ട ഉടനെ നിങ്ങൾക്കത് അറിയാൻ പറ്റും. സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് സ്ട്രൈറ്റ് അവേ ആ വീഡിയോ കാണുക. അതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യം പഠിക്കാനും പറ്റും, അത് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. ആൻഡ് ഹോപ്പ്ഫുള്ളി യു വിൽ ബി സെൻഡിങ് മീ a message saying you have sourced a property of 3000 pounds. So best of luck.